അപ്പോൾ 99 വിജയ് മല്യ സ്വർണ്ണം പൂശുകയല്ല ചെയ്തത്, അദ്ദേഹം സ്വർണ്ണപ്പാളികൾ നിർമ്മിക്കുകയാണ് ചെയ്തത്. അതായത് ചെമ്പ് തകിടിൽ സ്വർണ്ണപ്പാളികൾ, അത് നമ്മൾ ഈ ഫോയിൽ പോലെ ഉണ്ടല്ലോ, നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരുന്ന ഫോയിൽ പോലെ അത്തരം സ്വർണ്ണപ്പാളികളാണ് നിർമ്മിച്ചത്. അപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ 99 ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഏറ്റവും വലിയ തർക്കമായ വിവാദമായ പ്രശ്നം അതാണ്. കാരണം സ്വർണ്ണപ്പാളികളുള്ള ഒരു ശില്പമോ അല്ലെങ്കിൽ ഈ പറയുന്ന വാതിലുകളൊക്കെ ആണെങ്കിൽ അതെവിടെ പോയി എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. അത് ആ സ്വർണ്ണപ്പാളികളുണ്ടെങ്കിൽ പിന്നെ 2019 എന്തിനാണ് ആ ചെമ്പുതകിടിൽ സ്വർണ്ണം പൂശാൻ വേണ്ടി അത് അഴിച്ചെടുത്തതെന്നാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലേറ്റവും ക്ലിയറിംഗ് ആയിട്ടുള്ള പ്രശ്നം 99 സ്ഥാപിച്ച ആ സ്വർണ്ണപ്പാളികൾ എവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ സ്വർണ്ണപ്പാളി ഉണ്ടായിരുന്നോ, ആ സ്വർണ്ണപ്പാളികൾ ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ചുകൂടി അന്വേഷിക്കണമെന്നാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറും ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്തും ആവശ്യപ്പെടുന്നത്. മുൻ പ്രസിഡന്റുമാരിൽ ഒരാളായ അനന്തഗോപൻ ചൂണ്ടിക്കാട്ടുന്ന വേറൊരു പ്രശ്നം, അദ്ദേഹം പറയുന്നത് സ്വർണ്ണപ്പാളി ഉണ്ടോ ഇല്ലേ, സ്വർണ്ണം പൂശിയോ ഇല്ലേ എന്നുള്ളതല്ല, എന്ത് തരം അറ്റകുറ്റപ്പണിയാണെങ്കിലും അത് അവിടെ നിന്ന് അഴിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ദേവസ്വം മാനുവലിന് വിരുദ്ധമാണ്. എന്ത് അറ്റകുറ്റപ്പണിയും അവിടെ തന്നെ ചെയ്യണമെന്ന് അനന്തഗോപൻ പറയുന്നു. അതേസമയം പ്രശാന്ത് അതിനെ റെഫ്യൂട്ട് ചെയ്യുന്നു. പ്രശാന്ത് പറയുന്നത് അങ്ങനെയല്ല, കൊടിമരം പോലും പുറത്ത് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താറുണ്ട്, എൻ്റെ കാലഘട്ടത്തിൽ തന്നെ 4 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും ദേവസ്വം മാനുവൽ എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അവ്യക്തത നിലനിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വിജയ് മല്യയുടെ കാലത്ത് 99 സ്വർണ്ണം പാളി നിർമ്മിച്ചുവെങ്കിൽ ആ സ്വർണ്ണപ്പാളി എവിടെ പോയി? ആ ചോദ്യത്തിന് ഈ വിജയ് മല്യയുടെ കാലത്ത് 99 ഈ സ്വർണം പാളി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രം കാണാനില്ല. അതൊരു പ്രശ്നമാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നുമില്ല. അങ്ങനെ സ്വർണ്ണപ്പാളി നിർമ്മിച്ചിരുന്നു, അത് എത്ര സ്വർണ്ണം ഉപയോഗിച്ചു, അതിൻ്റെ അതിൻ്റെ ക്യാരറ്റ് എത്രയാണ്, അതിൻ്റെ ഒരു ഗ്യാരണ്ടി എത്രയാണ്, ആരാണ് ചെയ്തത്, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളെക്കുറിച്ച് ഒരു രേഖയും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ ഇതിൽ തീർച്ചയായിട്ടും എന്തോ ക്രമക്കേട് നമുക്ക് മണക്കാൻ കഴിയുന്നുണ്ട്. കാരണം ദേവസ്വം ബോർഡിന് ഇത് വിശദീകരിക്കാൻ കഴിയുന്നില്ല, ഇത് സംബന്ധിച്ച കൃത്യമായ രേഖകളില്ല. സ്വർണ്ണപ്പാളിയായിരുന്നു അത് ചെമ്പ് പാളിയായിരുന്നു അതിനെക്കുറിച്ച് പോലും കൃത്യതയില്ല. 3 ദേവസ്വം പ്രസിഡന്റുമാർക്കും, അതായത് 3 കാലഘട്ടങ്ങളിൽ ദേവസ്വം പ്രസിഡന്റുമാർക്കും ഇതേക്കുറിച്ച് വ്യക്തതയില്ല. അവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അവരും പറയുന്നത് അന്വേഷണം വേണമെന്നാണ്. എങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തോ അട്ടിമറി നടത്തുന്നുള്ളത് വ്യക്തമാണ്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ചെയ്തു, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ചെയ്തു എന്നതിനപ്പുറം ദേവസ്വം ബോർഡിനാണല്ലോ ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി. എന്ന് മാത്രമല്ല, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിലാണ് ശബരിമലയിലെ മുഴുവൻ കാര്യങ്ങളും, ഈ ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ മുഴുവൻ കാര്യങ്ങളും ദേവസ്വം ബെഞ്ചാണ് മോണിറ്റർ ചെയ്യുന്നതെന്നിരിക്കെ കോടതിയുടെ മുമ്പിലും ഈ കണക്കുകളില്ല, ഓഡിറ്റില്ല. അതായത് വലിയ തോതിലുള്ള സമ്പത്താണ് ഭക്തർ ശബരിമലയിൽ നേർച്ചയായിട്ട് കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ തങ്കാങ്കി ഉദാഹരണം, തങ്കാങ്കിയോട് തിരുവിതാംകൂർ രാജകുടുംബം കൊടുത്ത ഒരു ഇതാണ്. 300 പവനോ മറ്റോ ഉണ്ട്, അതിൽ കൂടുതലുള്ള വലിയൊരു സ്വത്താണത്. അത്തരത്തിലുള്ള ഒരുപാട് നിവേദ്യങ്ങളും ഒരുപാട് നേർച്ചകളുമൊക്കെ ശബരിമലയിൽ എത്തുന്നുണ്ട്. ഇതിനൊന്നും കണക്കില്ല, ഇതിനൊന്നും രേഖകളില്ല എന്ന് വരുന്നത് വലിയ ക്രമക്കേടാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിനെതിരെ വേറെയും കേസുകളൊക്കെ ഉണ്ട് കേട്ടോ, വീട് ആക്രമിച്ചതിൻ്റെ കേസുകൾ, മറ്റ് ചില കേസുകളുണ്ട്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. പോറ്റി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പൂജാ കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹം ഏതോ ഒരു ശാന്തിയുടെ കീഴിൽ ശബരിമല അസിസ്റ്റൻ്റായിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള പരിചയമാണ്. പക്ഷേ അങ്ങനെ പരിചയം മാത്രമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ തങ്കങ്കിയുടെ അറ്റകുറ്റപ്പണി നടത്താൻ ദേവസ്വം ബോർഡ് താഴ്ച കൊണ്ടുപോകുമോ, പൂശിയിട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇതിനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. മറ്റൊന്ന്, ഇങ്ങനെ കൊണ്ടുപോയിട്ട് അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് 4 രൂപ കുറവായിരുന്നു. അത് കൊടുത്തു വിട്ടത് ചെമ്പ് തകിടാണ്. ചെമ്പ് തകിടായിരുന്നോ ഈ ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്? അഴിച്ചു കൊടുത്തു വിട്ടത് ചെമ്പ് തകിടാണ് എന്നാണ് അവരുടെ മഹസറിലുള്ളത്. അപ്പോൾ ചെമ്പ് തകിട് കൊണ്ടാണോ ഇത് പൊതിഞ്ഞിരുന്നത്? അതിൽ സ്വർണം ഉണ്ടായിരുന്നില്ല, സ്വർണം പൂശിയ സ്വർണ്ണം അവിടെ പോയി. ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനൊന്നും കൃത്യമായ മറുപടി പറയാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുൻ പ്രസിഡൻ്റായ എ പത്മകുമാറിൻ്റെ ചില നിരീക്ഷണങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളാണ്. അദ്ദേഹം പറയുന്നത് അതിൽ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല, അത് ചെമ്പായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചെമ്പ് ഉപയോഗിച്ചാണോ വിജയ് മല്യ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയില്ല. അപ്പോൾ പ്രശാന്ത് പറയുന്നത് എന്താണ്, 99 അത് പൂശിയിരുന്നു എന്ന് അന്വേഷിക്കണമെന്നാണ്. അതായത് 1999 ഒരു വലിയ കാലഘട്ടമാണ്. 99 ശേഷം എത്രയോ വർഷം കടന്നുപോയി, എത്രയോ ദേവസ്വം പ്രസിഡന്റുമാർ വന്നു, എത്രയോ സർക്കാരുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ 99 നടന്ന കാര്യം അന്ന് പൂശിയിരുന്നു എന്ന് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ, ഞാൻ സ്വർണം കൊടുത്തിരുന്നു എന്ന് പറയാൻ വിജയ് മല്യ നാട്ടിലില്ല. അദ്ദേഹം ഫ്യൂജിറ്റീവായിട്ട് UK-ലാണുള്ളത്. അദ്ദേഹം ഇതിൻ്റെ ക്ലെയിമുമായിട്ട് വരില്ല എന്ന് ഉറപ്പാണോ? 99 കാര്യം അന്വേഷിക്കാൻ പറയുന്നതിന് പിന്നിൽ നമുക്കറിയില്ല. മറ്റൊന്ന്, ഈ പല ദേവസ്വം മന്ത്രിമാർ ഇതിനിടയ്ക്ക് ഉണ്ടായിപ്പോയിട്ടുണ്ട്.
അവർക്ക് പോലും ഇതിനെക്കുറിച്ച് വിവരങ്ങളില്ല. മുൻ ദേവസ്വം പ്രസിഡന്റ് കടമ്പള്ളി സുരേന്ദ്രൻ ഇതുവരെ അദ്ദേഹം വാദമൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണ് 2019 ഈ വിവാദം ഉണ്ടാകുന്ന ഇത് അഴിച്ചുകൊണ്ട് പോയത്. അദ്ദേഹം ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ലല്ലോ. മറ്റൊരു ദേവസ്വം മന്ത്രിയായിരുന്ന ആൾ ജി സുധാകരനാണ്. ജി സുധാകരൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. സുധാകരൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ നിലപാടുള്ള ഒരാളായിരിക്കും. അദ്ദേഹം പറയുമായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്, ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലെങ്കിലും. എന്തായാലും ഈ ദേവസ്വം ബോർഡിനെ കുറിച്ച് സംഘപരിവാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസികളല്ലാത്ത രാഷ്ട്രീയക്കാർ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നു, അവർ അത് കട്ടുമുടിക്കുന്നു. അവിടെ എന്തൊക്കെയായിരുന്നു വ്യാജ പ്രചാരണങ്ങൾ? അവിടുത്തെ വരുമാനം, ശബരിമലയിലെ ഉൾപ്പെടെയുള്ള വരുമാനം എടുത്ത് പൊതുഖജനാവിലേക്ക് സ്വരുക്കൂട്ടുന്നു, മറ്റു കാര്യങ്ങളിൽ ചെലവഴിക്കുന്നു എന്നുള്ള നിരവധി ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ്. അതായത് ദേവസ്വം ബോർഡുകൾ എന്ന സർക്കാർ സംവിധാനങ്ങൾ ഇല്ലാതാക്കി ഇത്തരം ക്ഷേത്രങ്ങളുടെ ഭരണം സ്വതന്ത്രമാക്കണമെന്നാണ് അവരുടെ നിരന്തരമായ ആവശ്യം. അത് ട്രസ്റ്റിന് കീഴിലോ മറ്റെന്തെങ്കിലും ആക്കുക എന്നുള്ളതാണ് നിരന്തര ആവശ്യം. സർക്കാരിൻ്റെ നിയന്ത്രണം ക്ഷേത്രങ്ങളിൽ നിന്ന് കളയുക, അതിനുവേണ്ടിയുള്ള പ്രചാരണം വ്യാപകമാണ്. ഇങ്ങനൊരു ഇൻസിഡൻറ്റ്, അതായത് ഈ 4 കിലോ സ്വർണം കാണാതായി എന്ന ഒരു ഇൻസിഡൻറ്റ് സംഘപരിവാർ ഇനി എങ്ങനെയായിരിക്കും ഫ്യൂവൽ ചെയ്യുക, അവരെങ്ങനെയായിരിക്കും അതിനെ ഒരു പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് കേവലമായ ഒരു ക്ഷേത്രത്തിൻ്റെ വിഷയം മാത്രമല്ല. ഈ ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുകമറ നമുക്ക് വ്യക്തതയില്ല. സ്വർണ്ണമായിരുന്നോ ചെമ്പായിരുന്നോ നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തതയില്ല. പക്ഷേ ഈ പുകമറ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് ദേവസ്വം ബോർഡുകൾക്കെതിരെയുള്ള സംഘപരിവാർ പ്രചാരണത്തെ എത്രമാത്രം ഉപകരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ വീഴ്ചയുണ്ട്. ആ വീഴ്ച കൃത്യമായ അന്വേഷണത്തിലുള്ള കണ്ടെത്തണം. ഇതുവരെ FIR ഒന്നുമില്ല. കോടതിയുടെ അനുമതിയോടെ FIR ഇടാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഈ ദേവസ്വം വിജിലൻസിനും അതിനുള്ള കാര്യമായ അധികാരങ്ങളില്ല. പക്ഷേ അതിൽ കൃത്യമായ അന്വേഷണം നടത്തി ചെമ്പ് തെളിയണം. എന്നാലേ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നം ഇത് കേവലം സ്വർണത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, കേവലം ശബരിമലയിലെ വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല, കേരളത്തിലെ സോഷ്യോ പൊളിറ്റിക്കൽ ഫാബ്രിക്കിന് അപകടത്തിലാകുന്ന ഒരു പ്രചാരണം വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.